പൂമരത്തിൻ ശിഖരങ്ങളിൽ താണു പറന്നൊരു സ്വപ്നങ്ങളെ പൂവസന്തം തഴുകുന്ന മേടയിൽ മാനസഗംഗാ സംഗീതവും സരിഗ സരസമായി ശിലകളലയുമീ സരിഗ സരസമായി ശിലകളലയുമീ സംഗീതവും 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 മനസ്സെന്ന പുൽക്കൂട്ടിൽ ചിറകാർന്ന മോഹങ്ങൾ സാഗരം താണ്ടുമിന്നു യാത്രയായി മനസ്സെന്ന പുൽക്കൂട്ടിൽ ചിറകാർന്ന മോഹങ്ങൾ സാഗരം താണ്ടുമിന്നു യാത്രയായി തേടുമീ തീരവും തേടുമീ ഓളവും സംഗീതവും 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 പൂമരത്തിൻ ശിഖരങ്ങളിൽ പൂവസന്തം തഴുകുന്ന മേടയിൽ മാനസഗംഗാ സംഗീതവും. എൻ്റെ സ്കൂൾ ലൈഫിൽ ഫസ്റ്റായിട്ട് ഞാൻ പാടിയ പാട്ടായിരുന്നു. ഇതൊരു ലൈറ്റ് മ്യൂസിക് ലളിതഗാനമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് മിസ്സല്ല, ടീച്ചറല്ല അതെനിക്ക്. ടീച്ചറിലുപരി നമ്മൾ പറയുമല്ലോ പഠിച്ചോൻ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ടീച്ചറായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ പേര് കമൻസിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഹസ്ന എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്, അവൾ മറന്നു പോയോ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെയും മറന്നിട്ടില്ല. എല്ലാവരെയും എനിക്കറിയാം. എന്നെ സ്നേഹിച്ചവരെയും എന്നെ വേദനിപ്പിച്ചവരെയും ആരെയും ഞാൻ മറന്നിട്ടില്ല. എല്ലാം എൻ്റെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടവരെ ഞാൻ വെച്ചിട്ടുണ്ട്, പുറന്തള്ളേണ്ടവരെ ഞാൻ തള്ളിയിട്ടുമുണ്ട്. ഒക്കെ മറക്കാനും പൊറുക്കാനും വലിയ മനസ്സുള്ള ഒന്നല്ല. എല്ലാം മറക്കാൻ പറ്റുന്നതൊക്കെ മറക്കും. ചില കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഹസ്ന, ഞാൻ നിന്നെ മറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് നീ അവിടെ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് നിന്നെ കണ്ടപ്പോഴല്ലേ നിൻ്റെ അടുത്തേക്കല്ലേ ഞാൻ വന്നത്, അല്ല നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലല്ലോ. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ നീ മാസ്ക് ഒന്നും ധരിച്ചിട്ടില്ല. എന്നിട്ട് നിനക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ എന്നിട്ടും ഞാൻ ദൂരേന്ന് നീയാണെന്ന് മനസ്സിലാക്കി ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നു, നിന്നോട് സംസാരിച്ചു. എന്നിട്ടും നീ മറന്നു പോയോ? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 6-7-8 മാസമായിട്ടുണ്ടോ, ഏകദേശം 8 മാസം. ഇത് ഓൾഡ് ഒരു പഴയ യൂട്യൂബ് ചാനലാണ്. അത് ഞാൻ അതിലേക്ക് എൻ്റെ വീഡിയോസ് എടുത്തിട്ടു എന്നുള്ളൂ. ഇത്ര 8 മാസം 8-9 ഒരു വർഷം ആയിട്ടില്ല, വർഷം അടുത്തിട്ടുള്ളൂ. എന്നിട്ടും നീ എന്താക്കിയില്ല, യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ലിങ്ക് വിട്ട് തന്നിട്ടും അപ്പോഴൊന്നും വന്ന് കമൻ്റ് ഇടാത്ത ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നത് ശരിയാണോ? ലിങ്ക് കിട്ടിയ സമയത്ത് തന്നെ അത്രക്കും എന്നോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അന്നേ വന്നിട്ട് കമൻ്റ് ഇടൂലേ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നീയൊക്കെ എൻ്റെ എപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെയാണ്, ആരും മറന്നിട്ടൊന്നുമില്ല. പിന്നെ പോകാൻ ഇഷ്ടമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് നെഗറ്റീവ് മാത്രം ലൈഫിൽ തന്ന ഇടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ മറക്കാൻ പറ്റും, പക്ഷേ എന്നൊരു പാട്ടുകാരി മീൻസ് അങ്ങനെയല്ല, പാട്ട് ഇഷ്ടമാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പാട്ടും എന്ന നിലക്കും പിന്നെ നന്നായിട്ട് പഠിക്കുമെന്ന നിലക്കും അവിടെ ഇഷ്ടമായിരുന്നു. സാറുമാറിനും പലർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? നമ്മളെ ആരൊക്കെ ആയാലും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനത്തെ ഇടങ്ങളിൽ നിന്നൊക്കെ അത്
അല്ലെങ്കിലും സമൂഹം അതൊരു സമൂഹമാണ്. ഇഷ്ടപ്പെടുന്നവരെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ കമൻറ്റിൽ വന്നിട്ട് പലരും ചോദിക്കുന്നുണ്ട്, വല്യമ്മ സുഖമാണോ? എന്നെ കണ്ടിട്ട് അവർക്ക് വല്യമ്മയാണ് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വല്യമ്മ ആയാലും വല്യമ്മമാർക്ക് സ്വപ്നങ്ങളില്ലേ? ഈ സ്വപ്നങ്ങൾക്ക് പ്രായമൊന്നുമില്ല. സ്വപ്നങ്ങൾക്ക് ആരാ പറഞ്ഞത്? പ്രായം ഒന്നിനൊരു തടസ്സമല്ല. നമ്മൾക്ക് ഞാൻ വല്യമ്മ ആയാലും ഇനിയിപ്പോൾ വല്യമ്മയെന്നോ ഇത്താത്താന്നോ ഉമ്മാന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷെ വല്യമ്മ ഒന്നും മോശമായ വാക്കൊന്നുമില്ലല്ലോ. വല്യമ്മ എന്നൊക്കെ നമ്മൾ പിന്നെ ബഹുമാനിക്കേണ്ട ഉമ്മമാരൊക്കെയാണ്. പക്ഷേ മോശമായത് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി തരും. ഓക്കെ. അപ്പോൾ ഈ വല്യമ്മ എന്ന് വിളിച്ച ആൾ വല്യപ്പയായിരിക്കും അല്ലേ? കാരണം എന്നെപ്പോലുള്ളവരെ വല്യമ്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആളിത്ര ഏജ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യം. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് കൂടെ പഠിച്ച കുട്ടികൾ തന്നെയാണെന്ന് തോന്നുന്നു, അത് കമൻ്റ് ഇടുന്നുണ്ട്, 15 വർഷം വേദനിപ്പിക്കുക എന്തൊക്കെയോ പറഞ്ഞിട്ട്. ആരെയാണ് വേദനിപ്പിച്ചതെന്നൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? ഞാൻ അവിടെ നമ്മൾ പഠിച്ചൊരു ഹോസ്റ്റലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവില്ല. എല്ലാം പഠിക്കുന്ന കുട്ടികളെല്ലാവർക്കും ഒരു ദേഷ്യമായിരിക്കും. അവരെ എല്ലാവരും ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ അവരെ തളർത്താമെന്ന് ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇല്ലയെന്ന് ഇപ്പോഴും അല്ല, ഞാനൊരു 10-15 വർഷം മുന്നേ അനുഭവിച്ചതാണ്. നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ നമ്മളെ മുഖത്തേക്ക് വേസ്റ്റ് വെള്ളം ആക്കിയ അതിൻ്റെ ഒരു സീനിയർ അങ്ങനത്തെ ടീംസ് വരെ ഉണ്ട്. അപ്പോൾ കാരണം ഓരോരുത്തർ പേരെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് എന്താണോ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ആ ദേഷ്യമൊന്നും എനിക്കില്ല. കാരണം അതൊരു തരം അസൂയ, ഒരു ഇറിറ്റേഷൻ. അത് മാത്രമല്ല, കുഞ്ഞായ സമയത്ത് ഞാനവിടെ ഹോസ്റ്റലിൽ ചേർന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഇവിടെ കടിച്ചെടുത്തിരുന്നു ഒരു കുട്ടി. പറയുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവർക്ക് തന്നെ അറിയാം ആരോട് ചെയ്തു. എന്നിട്ടും ഞാൻ എന്നെ ഉപദ്രവിച്ച അവരുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ആളുകൾ മാറും, പക്ഷെ ഇപ്പോഴും ആരും മാറുന്നില്ല. എനിക്കിപ്പോഴും ആരോടും അസൂയയോ കുശുമ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ നെഗറ്റീവ് അടിച്ചടുത്തേക്ക് ഞാൻ പിന്നെയും പോകാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അടുത്തൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഞാൻ വന്നില്ല. പക്ഷെ അതിലെനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു വിഭാഗം ഇഷ്ടമില്ലാത്ത, നമുക്ക് എവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, അവരെ കാണണ്ട, താല്പര്യമില്ലാത്തവരടുത്തേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വരാഞ്ഞത്. അപ്പോൾ ഞാൻ അന്നും ഇന്നും എന്നും എന്നെ കൂട്ടുകാരികൾ ആരൊക്കെ ആക്കിയോ അവർക്ക് ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ തന്നെയായിരിക്കും. ഞാൻ എവിടെ നിങ്ങളെ കണ്ടാലും, അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഞാൻ പലപ്പോഴും കാണുന്നിടത്തുനിന്നൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ വണ്ടിമേലൊക്കെ ആകുമ്പോൾ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ വണ്ടി നിർത്തിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അല്ലാതെ ഞാൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കമൻറ്റ് ഇടുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മറന്നിട്ടില്ല, ഞാൻ ആരെയും മറക്കില്ല. എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഹസ്ന, ജാസ്മിൻ ആയിരുന്നു എല്ലാവരും. പിന്നെ ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഞാൻ ആരെയും മറന്നിട്ടില്ല. നമുക്കിനിയും കാണാം, ഇനി ഒരുപാട് ഗെറ്റ് ടുഗദർ വരുമല്ലോ. ശരി, ഇത്രേ ഉള്ളൂ. ബൈ.